പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ ആണ്ടുകളായി വിശുദ്ധ റമദാനിൽ പുത്തൻതിരു ജുമാ മസ്ജിദിൽ ഔഷധക്കൂട്ടിൻ്റെ നോമ്പ് കഞ്ഞി നാനാജാതി മതസ്ഥർക്ക് വെച്ച് വിളമ്പുന്ന റഹീമുക്കയും മകൻ നിസാമുക്കയുമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ഇത് ഔഷധക്കഞ്ഞി എന്നാണല്ലോ നമ്മൾ പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇത് എന്തൊക്കെ കൂട്ടാ ചേർക്കുന്നേ? അരി, ചെറുപയറ്, ആയാളി, ജീരകം, ചുക്ക്, കുരുമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി, കരിവേപ്പില, അവസാനം നമ്മളെന്താ തേങ്ങാപ്പാലൊക്കെ ചേർത്തല്ലേ? അപ്പൊ തേങ്ങാപ്പാലൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഔഷധക്കൂട്ടിന്റെ വിഭവങ്ങൾ കഴിയാം. പിന്നെ നമ്മളെ ഈ ചൂടത്തെ ഇളക്കി മറിച്ചുള്ള ഒരു പരിപാടിയാ അല്ലേ? രാവിലെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കണം. അത് നമ്മൾ എത്ര മണിക്ക് തുടങ്ങി വെക്കും? അത് സുബഹി സ്റ്റാർട്ട് ചെയ്യുമ്പോ സുബഹി കഴിയുമ്പോഴത്തേക്ക് ഈ കഞ്ഞിക്കുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞത് എപ്പോഴത്തേക്കായിരിക്കും നമുക്ക് റെഡി ആയി കിട്ടുന്നത്? വിളമ്പാൻ പറ്റുന്ന അവസ്ഥയിൽ 3-3:30 മണിയാകുമ്പോൾ റെഡി. ഒരുപാട് ആളുകൾ നമുക്കല്ലാതെ ഇവിടെ പ്രദേശവാസികളൊക്കെ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്പർ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കഞ്ഞി റെഡിയായി വിളമ്പാൻ തുടങ്ങും. ഇവിടെ നമ്മളിവിടെ ആര് വന്നാലും ജാതി ഭേദമന്യേ നമ്മള് കഞ്ഞി എല്ലാവരിലേക്ക് എത്തിക്കുന്നതാണ് അല്ലേ? എല്ലാവരും എത്തും. എത്ര വർഷമായി നിങ്ങൾ ഈ കഞ്ഞി വെച്ച് വിളമ്പി തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 15 വർഷത്തിൽ കൂടുതലായി. 15 വർഷത്തിൽ കൂടുതലായി. അപ്പൊ അതിന് മുമ്പ് ആരായിരുന്നു? അതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ നേരത്തെ അലിക്കുഞ്ഞു മാമായിരുന്നു നേരത്തെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ആ പുള്ളിക്ക് സുഖമില്ലാതെ വന്നപ്പോ പിന്നെ ഞങ്ങള് നേരത്തെ ആ പുള്ളിയെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വരുമായിരുന്നു. അതനുസരിച്ച് നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ആ പുള്ളി പറഞ്ഞതിനനുസരിച്ചാണ് ഇത് കാര്യങ്ങൾ ഇപ്പോഴും. അപ്പൊ നിങ്ങളുടെ ഈ ഔഷധക്കഞ്ഞിയുടെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അലിക്കുഞ്ഞു മാമ. ആ പുള്ളിയാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തന്നതും ഈ മേഖലയിലോട്ട് ആ പുള്ളിയാണ് നമ്മളെ കൂടുതലും ഈ മേഖലയിലോട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഈ ഔഷധം ഇതിന്റെ കൂട്ടുകളും കാര്യങ്ങളും എല്ലാം വാപ്പാടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ആ പുള്ളിയാണ്. ആ പുള്ളിയിൽ നിന്നാണ് നമ്മളിതെല്ലാം പഠിച്ചത്. അപ്പൊ അലിക്കുഞ്ഞു മാമ ആണ് ഈ പറയുന്ന കൂട്ടും കാര്യങ്ങളും ഒക്കെ ഇവരെയും പഠിപ്പിച്ച് ഇനി വരുന്ന തലമുറയ്ക്കും ഔഷധക്കഞ്ഞി കൊടുക്കണമെന്ന് പഠിപ്പിച്ച് നമുക്ക് വിളമ്പി തരുന്ന രീതിയിലേക്ക് എത്തിച്ചത് അല്ലേ? തീർച്ചയായും. ഈ പൊള്ളുന്ന വെയിലിലും അടുപ്പിന്റെ ചൂടേറ്റിട്ടും തളരാത്ത മനസ്സുമായി മറ്റുള്ളവരുടെ ക്ഷീണമകറ്റാൻ പരിശ്രമിക്കുന്ന ഇവരെ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ നോമ്പ് തുറന്നിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാറുണ്ട്, വെള്ളവും നാരങ്ങ വെള്ളം അങ്ങനെ കുടിക്കാറുണ്ട്. ഇതിനൊന്നും തരാൻ പറ്റാത്ത രീതിയിലുള്ള എന്ത് ഒരു ക്ഷീണമകറ്റാൻ പറ്റുന്ന ഒരു ഔഷധക്കൂട്ട് ഇതിലുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? 100% ഉണ്ട്. അതായത് ഇത് കഞ്ഞി കുടിച്ചാൽ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരുപാട് ഭേദമുണ്ട്. നമുക്ക് ഒരുപാട് ക്ഷീണങ്ങൾ മാറുന്നുണ്ട്. ഇതിലുള്ള അതിന് കുടിച്ചാൽ നമുക്ക് ഒരു ഉറക്കം എനിക്ക് വരുത്തുള്ളൂ. എൻ്റെ കാര്യം പറയാം. ആയുർവേദ കഞ്ഞി എന്ന് പറയുന്നു. എനിക്കങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ ഐറ്റവും ചേർന്ന് ഇഞ്ചി ആയാലും കരിവേപ്പില ആയാലും ആയാലും വെളുത്തുള്ളി, തേങ്ങാപ്പാൽ, പയറ് എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടുന്ന ഒരു കഞ്ഞിയാണ് നമ്മൾ. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങളൊരു വിളമ്പുണ്ട്. ഒരു 10-500 പേര് ഇങ്ങനെ തിരക്കും. അവർ സന്തോഷവും കുടിക്കുന്നതൊക്കെ എൻ്റെ സന്തോഷമാണ്. മേടിച്ചുകൊണ്ട് വന്നൊരു സന്തോഷം. അപ്പം ഇത്തരം വ്യത്യസ്തമായ പുതിയ മനുഷ്യരുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.